ഇഡലിയുടെ മാവ് അത് തുറന്നില്ല. കഴിക്കേണ്ടവർക്ക് കഴിക്കുക. ഇത് കഴിച്ചിട്ട് ലാസ്റ്റ് പ്രശ്നമാണ്. ഞങ്ങൾ വേണ്ടിട്ട് ഞങ്ങൾ തിന്നുന്ന ചാവാൻ വേണ്ടിട്ടാ ക്ലിയർ ചെയ്യാൻ നോക്കുക. ജാക്കിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ മൈസൂരിലെ നേഴ്സിംഗ് കോളേജുകളിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. അതായത് നേഴ്സിംഗ് പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഭക്ഷണം. നമ്മൾ ജീവിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് മൃഗങ്ങൾ പോലും കഴിക്കാത്ത വൃത്തിഹീനമായ ഭക്ഷണമാണെന്ന പരാതിയുമായിട്ട് മലയാളി വിദ്യാർത്ഥികൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. ഈ കോളേജുകൾക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നത്. ഭക്ഷണത്തിൽ കോഴിത്തൂവലും ചോരയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക്കും പാറ്റേനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല സംഭവങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഈ കോളേജുകൾക്ക് ഭക്ഷണം എത്തിച്ച് നൽകുന്ന ഈ കോമൺ മെസ്സിലെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണെന്ന് തന്നെ പറയാം. നമ്മളെ വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് പഠിക്കുമ്പോൾ പല രീതിയിൽ അവർക്ക് അപകടങ്ങൾ പറ്റുന്നുണ്ട്. ഇതും അതിലൊരു കാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 80,000 രൂപയോളം മെസ് ഫീ ആയിട്ട്, അതായത് ഫുഡിൻ്റെ പൈസ വാങ്ങി വെച്ചിട്ടാണ് ഇമാതിരിയുള്ള പഴകിയ ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. എന്താ പറയുക, കോഴിക്കറിയിൽ കോഴിയുടെ തൂവലും രക്തവും അത് പതിവാണെന്നാണ് പറയുന്നത് വിദ്യാർത്ഥികൾ. ചപ്പാത്തിയിൽ നിന്ന് പ്ലാസ്റ്റിക്, ചോറിൽ നിന്ന് പാറ്റ. അപ്പോൾ മോശം ഭക്ഷണം പലർക്കും ഭക്ഷ്യവിഷബാധയടക്കം ഉണ്ടായിട്ടും കോളേജ് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമുക്ക് അതിലെ ചില വിഷ്വൽസ് ഒന്ന് കാണാം. കിട്ടിയതാണ് ഈ പിന്ന്, സേഫ്റ്റി പിന്ന്. കഴിക്കേണ്ടവർക്ക് കഴിക്കുക. ഇത് കഴിച്ചിട്ട് ലാസ്റ്റ് പ്രശ്നമാണ്. ഞങ്ങൾ വേണ്ടിട്ട് ഞങ്ങൾ തിന്നുന്ന ചാവാൻ വേണ്ടിട്ടാ ക്ലിയർ ചെയ്യാൻ നോക്കുക. നിങ്ങളെന്താ പ്രശ്നം? ഇതിപ്പോൾ സേഫ്റ്റി പിന്നിൻ്റെ ഒരു സംഭവമാണ്. അല്ലാതെ തന്നെ പല സംഭവങ്ങളുണ്ട്. ഞാൻ വഴിയെ കാണിച്ചു തരാം. ഈ മെസ് ഫീസായിട്ട് പ്രതിവർഷം 80,000 രൂപ വീതമാണ് ഇവർ ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും ഈടാക്കുന്നത്. ഈ കോളേജുകാർക്ക് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇമ്മാതിരിയുള്ള ഫുഡുകളൊക്കെ കഴിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അവരുടെ പിന്നാമ്പുറത്ത് പോയിട്ട് എന്തെങ്കിലും തായോ എന്നും പറഞ്ഞ് ഇറന്നിരിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല അവർക്ക് തോന്നിയ പോലത്തെ ഭക്ഷണം എടുത്ത് തരാനായിട്ട്. 80,000 രൂപയാണ് ഒരു വിദ്യാർത്ഥിയുടെ നിന്ന് അവർ ഈടാക്കുന്നത്. എന്നാൽ ഈ പണത്തിന് ലഭിക്കുന്നത് മാരകമായിട്ടുള്ള അസുഖങ്ങളും എന്താ പറയുക, അത് വരുത്തി വയ്ക്കുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ ഈ അനീതികളൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ മാനസികമായിട്ട് തളർത്തുന്ന ഭീഷണികളാണ് കോളേജ് അധികൃതർ ഉയർത്തുന്നത്. നമുക്ക് അവരുടെ ഓഡിയോ ഫോൺ സന്ദേശം കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വഴി പറയാം. നമുക്ക് വേറൊരു ക്ലിപ്പ് കാണാം. ഇഡലിയുടെ മാവ് അത് തുറന്നില്ല. നഴ്സിംഗ് ഹോസ്റ്റലുകളിൽ ഭക്ഷണം എത്തിക്കുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന മലയാളി സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമാണ്. ചിക്കൻ കറിയിൽ നിന്ന് കോഴിത്തൂവലും ചോരയും, ചപ്പാത്തിയിൽ നിന്ന് പ്ലാസ്റ്റിക്കും പാറ്റയെയും കിട്ടിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പലതവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചോദ്യം ചെയ്യുന്നവരുടെ ഇന്റേണൽ മാർക്ക് കട്ട് ചെയ്യും. അതുപോലെ തന്നെ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നൽകില്ല. ഇങ്ങനെയുള്ള ഓരോ ഭീഷണികളാണ്. നമുക്കിപ്പോൾ ഒരു ഫുഡ്, നമ്മൾ വിശക്കുന്നു, നമ്മൾ ഫുഡ് എടുക്കുന്നു, ആ പഴകിയ ഭക്ഷണമാണ്. നമ്മൾ എന്ത് ചെയ്യുക, അയ്യോ അത് കഴിക്കാൻ പറ്റൂല, അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വയറിൻ്റെ അവസ്ഥ മാറിപ്പോവാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ മോശകരമായിട്ട് പോവും. നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാൻ പോയി കഴിഞ്ഞാലോ അത് ഇവർ സമ്മതിക്കില്ല. അപ്പോൾ അതിനും സമ്മതിക്കില്ല. അപ്പോൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ മാർക്ക് അടക്കം കട്ട് ചെയ്തുകൊണ്ട് ഇവരെന്നെ മാനസികമായിട്ട് തളർത്തുകയാണ്. അപ്പോൾ ശരിക്കും കുടുങ്ങി കിടക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ. ഈ ഭക്ഷണമൊക്കെ എത്തിക്കുന്നത് ഒരു ഏജൻസി വഴിയായിട്ടാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന ഏജൻസിയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ.
അങ്ങനെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അപ്പോൾ 5 കോളേജുകൾക്ക് ഭക്ഷണം നൽകുന്നതും ഈ ഒരു ഏജൻസിയാണ്. അപ്പോൾ ഈ 5 കോളേജുകൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഇവർ തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് ആണത്, ഇവർ തമ്മിലുള്ള ഒരു കരാറ്, ഇവർ തമ്മിലുള്ള ഒരു സിങ്ക്. എന്താണ് സിങ്ക്? വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചിട്ട് കോളേജുകളിൽ എത്തിക്കുന്നതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഈ ഏജൻസിയിൽ നിന്ന് കോളേജുകാർ ഭക്ഷണം വാങ്ങുന്നത്. അപ്പോൾ എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയൊക്കെ. ഈ മെസ്സ് നടത്തുന്നത് മലയാളികളാണെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അവർ കഴിക്കുന്ന പഴകിയ ഭക്ഷണത്തിൻ്റെ അതിലെ ചിത്രങ്ങൾ സഹിതമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരെ ഈ മെസ്സ് നടത്തിപ്പുകാരനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു ഫോൺ സന്ദേശം കേൾക്കാം. അപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് സാധനം മേടിച്ചു, ആ സാധനത്തിന് അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിന്നാ മതി, ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്താ വിജയം ചെയ്തോ. എന്തൊരു ആധികാരികതയാണ് ഇവർക്കിത് പറയാനുള്ളത്. ഞാൻ ആലോചിക്കുകയാണ്, പൈസ ഉള്ളത് മുഴുവൻ എണ്ണി വാങ്ങിച്ചിട്ട് നമ്മൾ കുറേ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ഥലത്തോട്ട് എത്തുമ്പോൾ ഇവർ അമ്മാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ പറയുക, നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ മാനസിക നില തെറ്റിച്ചുകൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുകയും കൊല ചെയ്യപ്പെടുന്ന പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ സംസ്കാരങ്ങൾ ഇവിടെ എഴുതുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന ഈ മാഫിയക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നാണ് ഇപ്പം എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ മക്കളെ നമ്മൾ വിദ്യാഭ്യാസത്തിനായിട്ട് പുറത്തോട്ട് അയക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒരു അസ്തമയം വയ്ക്കുന്നത് ഈ കോളേജ് അധികാരികളും മെസ് അധികാരികളും വാർഡന്മാരും എന്താ പറയുക, ഗുരുക്കന്മാരായി കാണേണ്ട അധ്യാപകരുമാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.